നമസ്തേ. നമസ്തേ. ഡബിൾ ബാറ്റിൽ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഒരു പുതിയ എപ്പിസോഡ് ആരംഭിക്കുന്നു. ഇലക്ഷൻ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളിൽ പലരെയും എന്ന പോലെ ഇലക്ഷന്റെ റിസൾട്ട് ഞങ്ങളെയും ആകെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വന്ന് ഒരു പരിപാടി അവതരിപ്പിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഇലക്ഷൻ വേർഡിക്റ്റിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റുമോ എന്ന ചെറിയൊരു ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. അധികമൊന്നും പഠിച്ചൊന്നുമില്ല, പക്ഷേ പലതും ഇനിയും വ്യക്തമാകാനിരിക്കുന്നു എന്നത് വളരെ ക്ലിയർ ആണ്. പിന്നെ ചില ആൾക്കാർ പറയുന്ന പോലെ ഇതിലെന്തോ വിദേശത്ത് നിന്ന് ചില കൈകടത്തലുകളും പണം കൈപ്പറ്റലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തടയാൻ പറ്റാതിരുന്നത് വലിയൊരു വീഴ്ചയാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. പിന്നെ ഇനി അതുപോലെ ഇല്ലാതിരിക്കാൻ ചില നടപടികൾ വേണ്ടിവരും. ഇലക്ഷന്റെ ജയപരാജയത്തിനപ്പുറം എക്സിറ്റ് പോൾ റിസൾട്ടിനെ വിശ്വസിച്ച് മാർക്കറ്റിൽ പണമിറക്കിയ ആൾക്കാർക്ക് കുറെ ആൾക്ക് പണം കിട്ടി എക്സിറ്റ് പോളിന്റെ പിറ്റേ ദിവസം. പക്ഷെ അതിന് അടുത്ത ദിവസം കുറെ ആളുടെ പൈസ പോവുകയും ചെയ്തു. അപ്പൊ അതൊരു വലിയൊരു സംഗതിയായിരുന്നു. എനിക്ക് തോന്നുന്നില്ല മധുസൂദനോ ഞാനോ മാർക്കറ്റ് കളിക്കുന്നവരാണെന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോ ഞാൻ സത്യനാരായണൻ, എന്റെ കോഹോസ്റ്റ് മധുസൂദനൻ ടി പി. മധു, എന്തു പറയുന്നു ഇലക്ഷൻ റിസൾട്ടിനെ പറ്റി? വിചിത്രം. അതെ, എക്സാക്ട് ആണ്, നിങ്ങൾ കറക്റ്റ് ആയി പറഞ്ഞത്. അല്ലാണ്ട് വേറെ അതെ, അല്ലേ? ശരിയാണ്, 100% വിചിത്രമായ എന്തോ സംഭവിച്ചു. അതെന്താന്നില്ലത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത തരത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും നമ്മളെ നാട്ടിലെ നെടുന്തൂണാണ് എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ നെടുന്തൂണാണ്, ഒരു തൂണ് ഞങ്ങളാണെന്ന് അവകാശപ്പെടുന്ന ഈ മാധ്യമങ്ങളുണ്ടല്ലോ, അവര് ശരിക്ക് ഈ വിദേശികളുടെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെയോ ആരെയോ അടിമപ്പണി എടുക്കുന്ന ഒരാൾക്കാരാണ്. അവർക്ക് രാജ്യം നശിച്ചു കാണാൻ വേണ്ടി മെനക്കെട്ട് ഇറങ്ങിയ ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട്. അവര് പറയാൻ പ്രത്യേകിച്ച് കാരണം അവര് കുറെ വിജയിച്ചു. അവര് ജനങ്ങളെ മനസ്സിലേക്ക് അടിച്ചു കയറ്റിയ ആ വൈറസ് ഉണ്ടല്ലോ, ആ വൈറസ് ശരിക്ക് വിജയിച്ചിട്ടുണ്ട്. കാരണം അവര് മോഡിയുടെ പരിപാടികളൊക്കെ വളരെ ഗംഭീരമായിട്ടൊക്കെ കാണിക്കുമെങ്കിലും അത് കാണിച്ചതിന്റെ നെക്സ്റ്റ് മിനിറ്റ് തന്നെ അവര് മോഡിയെ കുറ്റം പറഞ്ഞ് ഒരു കള്ളത്തരം കുറെ പ്രാവശ്യം പറയുമ്പോൾ അത് സത്യമാകും എന്ന് പറയുന്നത് ഒരു പഴമക്കാർ പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഒരു ഗീബൽസൻ രീതി. യെസ്, ഗീബൽസൻ രീതി ഉണ്ടല്ലോ, അതാണ് അതിന്റെ സത്യം. ഇവർക്ക് എവിടെ നിന്നോ സാമ്പത്തികമായ നേട്ടങ്ങൾ വരുന്നു. അങ്ങനെ അടിമ പണിയെടുക്കുന്ന ഒരു വലിയൊരു വിഭാഗമായി നമ്മളെ പത്രങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ എന്ന് പറയാം. അത്രയും വൃത്തികെട്ട പണിയാണ് ചെയ്തത്. കാരണം മോദിയെ പോലെ ഒരു ഭരണകർത്താവിനെ നമ്മൾ ഇത്രയും കാലത്തിനുള്ളിൽ കണ്ടിട്ടില്ല. 91 തുടങ്ങിയതാണ് ഈ കൊളീഷൻ ഗവൺമെന്റ് പരിപാടി, ഈ തൂക്ക് ഗവൺമെന്റ് പരിപാടികൾ. അതിന് മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് മുതല് ഇതൊരു മുമ്പുണ്ട്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ സമയത്ത് ഓപ്പോസിഷൻ കൊലീഷൻ തന്നെ ആയിരുന്നല്ലോ. CPM-ഉം അന്നത്തെ ജനസംഘവും എല്ലാരും കൂടി ഉണ്ടായിട്ടുണ്ട്. എന്നാലും അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇത് വലിയൊരു തോതിൽ ഉണ്ടായിട്ടില്ല. പിന്നെയാണ് ഇതിങ്ങനെ വല്ലാതെ ഒരു വൃത്തികെട്ട തരത്തിൽ ഇതിങ്ങനെ തുടങ്ങിയതും. അങ്ങനെ രാജ്യത്തിൽ ഇനി ഒരിക്കലും ഒരു പാർട്ടി ഭരിക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു. ഒരേ ഒരു പാർട്ടി, ഒരു പ്രസ്ഥാനത്തിന് ഭരിക്കാൻ കഴിയില്ല. ഒരു കൂട്ടുഭരണേ ഉണ്ടാവില്ല. അതിങ്ങനെ 6 മാസം, 1 കൊല്ലം, 2 കൊല്ലം കൂടുമ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുക, പിന്നെയും തെരഞ്ഞെടുപ്പിനെ നേരിടുക, പിന്നെയും തന്നെ അങ്ങനെ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ പൂട്ടിക്കൊണ്ടിരിക്കുന്നിടത്താണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കഠിനമായ പ്രയത്നം കൊണ്ട് വാജ്പേയി വരെ ഒരുപാട് പാർട്ടികളെ കൂട്ടിയിട്ട് കഴിയുന്ന ഇന്ത്യയിൽ ഏതൊക്കെ പാർട്ടി ഉണ്ട് ആ പാർട്ടിന് മുഴുവൻ അദ്ദേഹം കൂട്ടേണ്ടി വന്നിട്ടുണ്ട്.
കുറെ ഗതികേട് കൊണ്ട് അദ്ദേഹം 20 പാർട്ടികളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കോalition. അതും ഒരു ഗതികേടായിരുന്നു. അതും ഒരു പക്ഷെ അന്ന് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയായി BJP വരണം, BJPക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ടാകണം എന്നുള്ളൊരു ഉദ്ദേശം കൂടി പ്രസ്ഥാനത്തിനുണ്ടായിരുന്നു, സംഘത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ സംഭവിച്ചത്. അതിനുശേഷം ഈ 2014 മുതൽ നമ്മൾ വളരെ ശക്തമായ ഒരു ഗവൺമെന്റ് കൂടി ഉണ്ടാക്കി. ആ ശക്തമായ ഗവൺമെന്റ് ശക്തമായ ഭരണം കാഴ്ചവെച്ചു. സത്യസന്ധയുടെ പ്രതീകമായി മാറി. സത്യം മാത്രം, കളവില്ല. ഉണ്ടാവും, തഴയക്കടയിലൊക്കെ ഉണ്ടാവും, താഴത്ത് നിൽക്കുന്ന ചില മന്ത്രിമാരൊക്കെ ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതിന്റെ തലപ്പത്തിരിക്കുന്ന ആള് വളരെ സത്യസന്ധനും ക്ലീൻ. ലോക രാഷ്ട്രങ്ങൾ മുഴുവൻ അദ്ദേഹത്തിനെ സല്യൂട്ട് ചെയ്ത് നിന്നു. അങ്ങനെയുള്ള ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഇവര് മുഴുവൻ ഇത്രയും മെനക്കെട്ടു എന്നുള്ളത് എന്തായാലും ഒരു വിചിത്രം തന്നെയാണ്. അതിന് ഈ പത്രക്കാർക്ക് ഒരു സല്യൂട്ട് കൊടുക്കാൻ വേണം, എത്ര വൃത്തിയട്ട പണിയെടുത്തതിന്. ഈ അമേദ്യത്തിൽ ചൂലിട്ട് ഒന്ന് കൊടുക്കേണ്ട കാര്യ ഇല്ല. സത്യം പറയുന്നത് എന്താ, അത്ര വൃത്തികെട്ട പണിയാണ് അവർ ചെയ്തു കൂട്ടിയിരിക്കുന്നത്, ഇന്നും ചെയ്യുന്നു. 240ഓളം സീറ്റ് കിട്ടി ഒറ്റക്ക് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം അല്ലേ? 19 പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് 233. എന്നിട്ട് ഇപ്പോഴും ആ 19 പ്രസ്ഥാനം ഒരുമിച്ച് കൂടി ഉണ്ടാക്കിയ ആ 231നെയാണ് കെട്ടിപ്പടുത്ത് തലയിൽ വെച്ച് നടക്കുന്നത്. അതിൽ തന്നെ വെറും 99 മാത്രം കിട്ടിയ കോൺഗ്രസിന് അർഹിക്കുന്നതിലും വളരെ കൂടുതൽ കവറേജ്. പ്രധാനമന്ത്രിയാക്കണം എന്നല്ലേ പറയുന്നത്. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇനി ആരെങ്കിലും കൂട്ടിയിട്ട് കഴിയെങ്കിൽ ഇത് ഉണ്ടാക്കണം എന്ന് തന്നെയാ പറയുന്നത്. മമതയും പറയുന്നത് അത് തന്നെയാണ്. 2 ദിവസം അതും കൊണ്ട് നടന്നു. അപ്പൊ അത് നടക്കാത്തോണ്ട് മൂപ്പരെ ലീഡർ ഓഫ് ദ ഓപ്പോസിഷൻ ആയിട്ട് പ്രതിപക്ഷ നേതാവാക്കണം എന്നുള്ളൊരു ആവശ്യം ഉയർന്നു വന്നിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റില്ല. പ്രതിപക്ഷ നേതാവായ കുടുങ്ങി. കാരണം ഇവിടെ കുറച്ചു കാലെങ്കിലും ഇന്ത്യയിൽ നിൽക്കേണ്ടി വരില്ലേ? ഇതേമാതിരി ഓടിപ്പോകാൻ പറ്റില്ലല്ലോ. ഒന്നും പറ്റൂല. പാർലമെന്റിലുള്ളപ്പം അവിടെ വേണം, ലോക്സഭയില് പല ഉത്തരവാദിത്തങ്ങൾ കൂടി വളരെ ബുദ്ധിമുട്ടുള്ള സംഗതി. അങ്ങേര് ഒരു വിശ്വപൗരനാ വേറൊരു തരത്തില്. രാഹുൽ ഗാന്ധി അയാളെ സ്വന്തം നിലയ്ക്ക് ഒരു വിശ്വപൗരനാണ്. അതെ, കാരണം അയാളെ വിശ്വം തുടങ്ങുന്നത് അവസാനിക്കുന്നതൊക്കെ തായ്ലൻഡിലാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഈ ഒരു സംഗതിനെ എങ്ങനെയാണ് പറയേണ്ടതെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴും. എന്നിട്ട് ഇന്ന് രാവിലെയും കൂടി നമ്മുടെയൊക്കെ സുഹൃത്തായ ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞ ഇതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. അയാൾ ചിലപ്പോ നമ്മളെ വീഡിയോ കേൾക്കും, കാണും. സുഹൃത്ത് പറഞ്ഞതാട്ടോ, ഫേസ്ബുക്കിലൂടെ പറഞ്ഞാണ് ഇതാണ് പിന്നെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. അത് നമ്മളെ നല്ല ക്രെഡിബിലിറ്റി ഒരാൾ തന്നെയാണ്. അങ്ങനെ ആപ്പാകുപ്പ ആളല്ല, അങ്ങനെയുള്ള ഒരാളാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ആലോചിച്ച് നോക്കൂ, കോൺഗ്രസ്സുകാരുടെ ഒരു മെന്റാലിറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, മോദി എന്തായാലും ഒരു കാര്യം ചെയ്യും. ഭരണാധിപത്യത്തിന്റെ സൗന്ദര്യം ഒട്ടും കുറയാതെ അങ്ങനെ അടുത്ത 5 വർഷം ഭരിക്കുന്നുള്ളതിൽ സംശയം. അത് സംശയമൊന്നുമില്ല. അയാൾ ജനാധിപത്യം ഒരു സൗന്ദര്യം ഉണ്ടാക്കിയിരുന്നോട്ടെ. ഇപ്പുറത്ത് ഭരണം പെടാണല്ലോ. അതെ. എന്നിട്ടു ഇന്ന് രാവിലെ വരെ പറയുകയാണ്, ഇന്ന് രാവിലെ വരെ പത്രങ്ങൾ പറയുന്നത് എന്താ അറിയോ, ഇയാള് നിൽക്കൂല കൂടെ, മറ്റേയാള് അങ്ങോട്ട് പോകും, ഇയാൾ ഇങ്ങോട്ട് പോകും. ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, കുത്തിത്തിരിപ്പ്. അതിനിപ്പോ രസമുണ്ടായി. ഇവര് മറ്റേ JDU വന്നു കഴിഞ്ഞാൽ അവര് പല നീക്കങ്ങളും സപ്പോർട്ട് ചെയ്യില്ല, പല ബില്ലും സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ JDU കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു പ്രശ്നമില്ല, ലീഗൽ ആയിട്ടുള്ള ഏത് സംഗതിക്കും ഞങ്ങൾ കൂട്ടുവെക്കും, പാർലമെന്റിൽ പാസ്സാക്കാൻ പറ്റിയ സംഗതിക്ക് ഞങ്ങൾ കൂട്ടുണ്ടാവും. പിന്നെ അതുപോലെ അവര് അഗ്നിവീറിനെ പറ്റി എന്തോ അവർക്ക് ചെറിയ കുറച്ചൊരു റിസർവേഷൻസ് ഉണ്ട്. പക്ഷെ അല്ലാണ്ട് അവർക്ക് ഈ മറ്റേ യൂണിഫോം സിവിൽ കോഡിന് JDU എതിരല്ല. യൂണിഫോം സിവിൽ കോഡ് പാർലമെന്റിന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ JDU അതിനെതിരെ നിൽക്കില്ല. എന്റെ പ്രതീക്ഷ മറ്റേ നായിഡുവിന്റെ TDPയും അതേ നിലപാടെടുക്കുന്നതാണ്. യാതൊരു സംശയമില്ല അതിലൊന്നും. ഇതൊക്കെ വെറുതെ ഉണ്ടാക്കിയിട്ടാണ് ഓരോരോ സംഗതികൾ. ഇതിങ്ങനെ കുത്തിത്തിരിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേശീയ മാധ്യമങ്ങളിൽ ഇത്ര കുത്തിത്തിരിപ്പില്ല കേട്ടോ.
നമ്മളെ മലയാളം ചാനലിനാണ്, മലയാളം ചാനലുകളാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ളതാണ് വിചാരം. ഒന്നുമില്ലാത്ത ഒരു കർമ്മൂസന്റെ മയത്ത് ഇത്ര പോകുന്ന സാധനം ഇല്ല ഈ കേരളം ഉണ്ടല്ലോ. ആ കേരളത്തിൽ ഇരുന്നോട്ട് ഇങ്ങനെ പറയരുത്. ഇത് വേറെ ഒരു ലോകത്ത് ഒരാൾ കാണാത്ത ഒരു സാധനമാണ് ഈ ന്യൂസ് എന്നുള്ളത് ബോധമൊന്നും ഇവർക്കില്ലാന്ന് തോന്നുന്നത്. ആകപ്പാട് ഈ ടാവട്ടത്തിലെ 3.5 കോടി ആളാണ് ഇത്. അതിൽ ഏതോ ഒരു കോടി ആൾക്കാർ കാണുന്നുണ്ടാവും. ബാക്കിയുള്ളവർക്ക് വലിയ വിവരമൊന്നുമില്ല, അത് കാണുന്നില്ല. ബാക്കി ആരും കാണുന്നു എനിക്ക് തോന്നുന്നില്ല. ഈ ലോകത്ത് ആരും കാണുന്നു ഈ ഭാഷ? ഇത് നമ്മളെ ഭാഷ വേറെ ആർക്കും അറിയില്ല. അത് അല്ലേ ഹിന്ദിയിൽ ഇവർ പറയുകയാണെങ്കിൽ പിന്നെ ആൾക്കാർക്ക് മനസ്സിലാവും വിചാരിക്കുക. നമ്മളെ ഈ ന്യൂസ് ചാനലിൽ ഇരിക്കുന്ന ഇവരൊന്ന് ഇംഗ്ലീഷ് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി, അത് ആലോചിക്കാനും പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചില്ലേ, വേറെ നാഷണൽ ലീഡേഴ്സ് ആരും വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ചോദ്യോത്തരം ഇല്ലല്ലോ. മൈക്കും പിടിച്ച് നിൽക്കോട്ടു, എന്താ പറയുന്നത് വെച്ചാൽ പറഞ്ഞിട്ട് ആയിക്കോട്ടെ നമസ്കാരം പോട്ടെ എന്നിട്ട് പോകുകയെന്നല്ലാണ്ട് വേറെ ഒന്നും ചോദിക്കാൻ പറ്റില്ല. അതിന്റെ ഇടയിൽ വല്ല റിപ്പബ്ലിക്കുകാരനോ ഇന്ത്യ ടുഡേക്കാരനോ അറ്റം വന്നിട്ടുണ്ടെങ്കിലേ കേരളത്തിൽ ചോദ്യങ്ങളുള്ളൂ, അല്ലേ ചോദിക്കൂല. അവർക്ക് ഈ പിണറായിയെ പറ്റൂ. മാത്രമല്ല മറ്റേ ഭരിക്കുന്ന തമ്പ്രാനോടും ചോദിക്കില്ല. അതെ, പിണറായിനോട് ചോദിക്കാൻ പറ്റില്ല. ആദ്യം എഴുതി കൊടുക്കണം, എന്നാലും അതേ ചോദിക്കാൻ പറ്റും. പിന്നെ അതേമാതിരി മറ്റേ ഇയാള് സുധാകരനോട് അല്ലെങ്കിൽ പിന്നെ നമ്മളെ പ്രതിപക്ഷ നേതാവ് അങ്ങനെയുള്ള ആൾക്കാരോട് എന്തെങ്കിലും ചോദിച്ചിട്ട് അതിനെ കുത്തിത്തിരിപ്പുണ്ടാക്കാന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും ചോദിക്കാൻ അറിയണ്ടേ? അങ്ങനെ അങ്ങനെയാണ് ചുരുക്കം പറഞ്ഞാല് അവര് ഒരു കൈ പിന്നി കെട്ടിയിട്ടുള്ള ജേർണലിസ്റ്റ് ആണ്. അതെ, അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഇന്ത്യനെ ഭരിക്കുന്നതിനെ പറ്റിയിട്ട് ഇങ്ങനെ 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തന്നെ തോന്നുന്നു. കാരണം രാജ്യദ്രോഹികളായി മാറരുത്. ഇവിടെ രാജ്യത്തിനോട് എന്ത് തന്നെ ആയാലും ഒരു സ്നേഹം വേണം. രാജ്യമാണ് ഫസ്റ്റ്, പിന്നെ ദ നേഷൻ ഫസ്റ്റ് എന്ന് പിന്നെ മോഡിജി പറഞ്ഞത് മാതിരി നമ്മളെ നേഷന് വേണ്ടി എന്തായാലും നിൽക്കണം. അത് കഴിഞ്ഞിട്ടേ നമ്മുടെ ജീവിതത്തിൽ എന്തുള്ളൂ. അതില്ലാത്ത ഒരുത്തൻ പത്രാധിപനല്ല, അവനൊരു റിപ്പോർട്ടർ അല്ല. അവൻ ഇന്ത്യക്കെതിരെ നിൽക്കുന്ന വേസ്റ്റ് ആണ്, നാഷണൽ വേസ്റ്റ് ആണെന്ന് എനിക്ക് പറയാനുള്ളൂ. അത്ര മോശമായ പണികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തെങ്കിലും ഇതിനൊക്കെ ഒരു തിരിച്ചടി ഉണ്ടാവും, യാതൊരു സംശയവും. തിരിച്ചടി വന്നോണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെ അടുത്ത് തന്നെ കൂടുതൽ വെളിവാകും. അത് തിരിച്ചടി മാത്രമല്ല, ഇതുപോലത്തെ ഈ വിദേശ ഫണ്ടൊക്കെ വെച്ചിട്ട് വല്ലവരും കളിക്കുന്നുണ്ടെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരുന്നുള്ളതിൽ ഒരു സംശയമില്ല. അതൊക്കെ തീർച്ചയായിട്ടും വരും. അല്ലാതെ നമ്മളൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. കാരണം ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അത് ഉത്തർപ്രദേശ് രാജ്യദ്രോഹം തന്നെയല്ലേ വേറൊരു വിധത്തില്. ഉത്തർപ്രദേശിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകൂല, അത് ഉറപ്പാണ്. അവിടെ എന്തോ ഒരു മാൽ പ്രാക്ടീസ് ഉണ്ടായിട്ടുണ്ട്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അവിടുത്തെ SP, അവിടുത്തെ കോൺഗ്രസ്സുകാരും ഇവരെല്ലാരും കൂടി എന്തോ വലിയൊരു കളി കളിച്ചിട്ടുണ്ട്. അല്ല, ഞാനിപ്പോ ഒരു കാര്യം ഇപ്പൊ കണ്ടു. അതായത് ഈ അവിടെ ഇലക്ഷൻ കമ്മീഷന്റെ കുറെ വോളണ്ടിയേഴ്സ് ഉണ്ട്, അവർക്ക് എന്തോ ഒരു പേരുണ്ട്. അവർക്ക് കൈക്കൂലി കൊടുത്തിട്ട് അവര് ചിലരെയൊക്കെ ബൂത്ത് തെറ്റിച്ചു വിട്ടു. അവര് ശരിക്കും വേണ്ടത് എന്താ വെച്ചാൽ ആൾക്കാർ വരുമ്പോ അവർക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ കറക്റ്റ് ബൂത്തിലേക്ക് അവര് അങ്ങനെ വിടാതെ കുറെ ആൾക്കാർ അവരുടെ പേര് ഇതിലില്ല എന്ന് വിചാരിച്ചിട്ട് തിരിച്ചുപോയി. പിന്നെ അതുമാതിരി ഒരു സമുദായത്തിലെ അംഗങ്ങള് മറ്റേ കോൺഗ്രസ് ഓഫീസിന്റെ പുറത്ത് ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. എഴുതി കൊടുത്തിരിക്കുക, അത് സ്ലിപ്പ് കൊടുത്തിരിക്കുകയാണ്, ഇലക്ഷൻ കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ തരുന്നു. വേറൊരു സ്ഥലത്തുണ്ടായത് അത് ശരിക്കും പറയുകയാണെങ്കിൽ അതിന് കോൺഗ്രസിന്റെ പേരിൽ കേസ് എടുക്കണം. കാരണം ഇത് ഇലക്ഷൻ മാൽ പ്രാക്ടീസിൽ വരുന്ന സംഗതിയാണ്. ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുകയാണ്. നിങ്ങൾക്ക് ആരും അങ്ങനെ ഇതാക്കാൻ പാടില്ല. അങ്ങനെ ഒരു വാഗ്ദാനം എഴുതി സ്ലിപ്പ് ഒന്നും വിതരണം ചെയ്യാൻ പാടില്ല. അതേമാതിരി 523 വീടുകൾ ഉണ്ടാക്കി കൊടുത്തത് ഒരേ സ്ഥലത്ത് ഒരേ സമുദായത്തിന് ഈ പ്രധാനമന്ത്രി യോജന ഒരു യോജന പ്രകാരം ഈ വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ, അത് പ്രകാരം ഉണ്ടാക്കി കൊടുത്തു. അതിന്റെ കറക്റ്റ് പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പം പ്രധാനമന്ത്രി ആവാസ് യോജന. അപ്പം അതില് 2523 വോട്ടോ എന്തോ ഉണ്ട് ആ ഒരു ബൂത്തില്. ഒരു വോട്ട് പോലും BJPക്ക് വന്നില്ല, സിംഗിൾ വന്നില്ല. അപ്പൊ അത് പിന്നെ അതൊരു വിഭാഗമാണ്.
ന്യൂനപക്ഷ വിഭാഗമാണ്. അവര് ചിലപ്പോ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും, അടിയുറച്ചിട്ട് പിന്നെ ഞങ്ങള് അതെ അതെ കോൺഗ്രസിനെ ചെയ്യൂ എന്ന് വിചാരിച്ച് ചെയ്തിട്ടുണ്ടാവും. കാരണം അവർക്ക് മോഡിനെ കണ്ടുകൂടല്ലോ. മോഡി കിട്ടുന്ന വാങ്ങി തിന്നുക നക്കുക, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ അയാളെ കാണാൻ പറ്റില്ല. അയാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ഹാലിളകുമല്ലോ. അങ്ങനെയാണല്ലോ. അതാണല്ലോ സംഭവിക്കുന്നത്. അത് വല്ലാത്തൊരു പിന്നെ ഒരു പ്രതിഭാസം തന്നെയാണ്. അല്ല, ഇപ്പൊ നമ്മൾ അങ്ങനെ തന്നെ നോക്കുമ്പോ വെസ്റ്റ് ബംഗാളിലെ ഈ വോട്ട് ചെയ്ത ആൾക്കാരെയൊക്കെ ശരിക്കും ഒരു സെൻസസ് ശരിക്ക് എടുത്തിട്ട് മറ്റേ അവരുടെ ഐഡിയ ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ നല്ലൊരു ശതമാനം ആൾക്കാർ അത് ബംഗ്ലാദേശിൽ നിന്ന് ഇല്ലീഗലായിട്ട് വന്നതാണ്. അവര് വോട്ട് കൊണ്ടാണ് ഈ മമതാ ബാനർജി തിരിച്ചു വരുന്നത്. അത് ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ ആയിരിക്കും ബി.ജെ.പിയും ബാക്കി പാർട്ടിയൊക്കെ പോയിട്ട് അവിടെ എത്ര നന്നായിട്ട് ക്യാമ്പയിൻ ചെയ്യും, ഇപ്രാവശ്യം ഒരു മാറ്റം വരും. മാറ്റത്തിന് പകരം നേരെ എതിരാ വരുന്നത്. അവർക്ക് വീണ്ടും ശക്തി കൂടുകയാണ്, സീറ്റ് കൂടുകയാണ്. അതിന് കാരണം വേറൊന്നുമല്ല, ബംഗ്ലാദേശ് ബോർഡറിൽ നിന്ന് സുഖമായിട്ട് ഇങ്ങോട്ട് കയറാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കള്ളക്കടലാസുകൾ വെച്ചുകൊണ്ട് അതിന് കാർഡൊക്കെ, അതായത് ആധാർ കാർഡും ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കാനും ഒരു നല്ലൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അതിന് തൃണമൂൽ കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിന്റെ ആശീർവാദമുണ്ട്. അല്ലാണ്ട് സാധിക്കില്ലല്ലോ ഇത്രയും വോട്ട് ഉണ്ടാക്കാൻ. ഒരിക്കലും സാധിക്കില്ല. അതേ സംഗതി ഉത്തർപ്രദേശിൽ നടന്നിട്ടുണ്ട്. എസ് പി ആൾക്കാരും അത് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൽ ചെയ്യാൻ മിഷണറി ഇല്ല, കോൺഗ്രസിന് അങ്ങനെ ചെയ്യാനില്ല, മിഷണറി ഇല്ല. പക്ഷെ ഇവരിത് ചേർത്തുന്നത് എന്താന്നില്ലത് ഇപ്പോ പിന്നെ വേണ്ട കടലാസുകൾ ഉണ്ടാവുമ്പോ ചേർത്തി കൊടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ അല്ല, വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് മധു, അത് കണ്ടിരുന്നോ എന്ന് എനിക്കറിയില്ല. ഈ മറ്റേ നോട്ടീസ് കൊടുക്കുമ്പോഴേ, ഇലക്ഷൻ നോട്ടീസ് കൊടുക്കുമ്പോഴേ അതിന്റെ കൂടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 1-ാം പേജ് കൊടുത്തിട്ട് ഇത് കാരണമാണ് നമുക്കൊക്കെ റിസർവേഷൻ ഉള്ളത്, മറ്റേ ഷെഡ്യൂൾ കാസ്റ്റ് റിസർവേഷൻ ഒക്കെ ഇത് പ്രകാരമാണ്. ബി.ജെ.പി വന്നു കഴിഞ്ഞാൽ ആദ്യം നീക്കാൻ പോകുന്ന ബില്ല് ഇത് ഈ മറ്റേ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ പേജ് അങ്ങോട്ട് അവര് അബോളിഷ് ചെയ്യുന്നുള്ള രീതിയിലാണ് പറഞ്ഞു പഠിപ്പിച്ചത്. ഷെഡ്യൂൾ കാസ്റ്റിന്റെ വോട്ട് ഹീനമായിട്ടുള്ളൊരു ഇതാണെന്ന് ആലോചിക്കും. അവരെ വോട്ട് അങ്ങനെ ഇല്ലാണ്ടാക്കി. അങ്ങനെ പിന്നെ പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇല്ലാണ്ടാക്കി എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഇല്ല, പ്രതിരോധങ്ങൾ മുഴുവൻ അതിനൊക്കെ തടുക്കാനില്ല മിഷണറി നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബി.ജെ.പിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ബി.ജെ.പി അത് ചെയ്തില്ല എന്നുള്ള ഒരു തെറ്റും കൂടിയുണ്ട്. ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ അത് കൊണ്ടുവരണമായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ നടപടി എടുക്കണമായിരുന്നു. ഓരോ നടന്നില്ല. അത് ശരി തന്നെയാണ്, അത് വീഴ്ച തന്നെയാണ്, വീഴ്ചയാണ്. ഓരോ സംഗതി വീഴ്ച തന്നെയാണ്. അവര് ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു യുദ്ധമാണ്. യുദ്ധത്തിൽ ഇത് നീചത്തരും ചെയ്യും. അങ്ങനെ ഒരു നീചത്തരം ചെയ്തതാണ്. ആ നീചത്തരത്തിനെ കണ്ടുപിടിച്ച് അതിനെ ഫൈറ്റ് ചെയ്ത് ഇല്ലാതാക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണമായിരുന്നു. അതിനുള്ള വാക്സിൻ നമ്മളെ കയ്യിൽ ഉണ്ടാവണമായിരുന്നു. ആ വാക്സിൻ ഉണ്ടായിരുന്നു, ഉപയോഗിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ. പക്ഷെ ഒരു പാഠമായി എടുത്തിട്ട് മറ്റേ അമിത്ഷായും പിന്നെ യോഗി ആദിത്യനാഥും ഇനി ഒരു ഇലക്ഷൻ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വൃത്തികെട്ട സംഗതികൾ നടത്തില്ല അവിടെ എന്നുള്ളത് ഉറപ്പാണ്. വെസ്റ്റ് ബംഗാളിൽ പറ്റുമെന്ന് എനിക്കിപ്പോഴും സംശയമാണ്. കാരണം വെസ്റ്റ് ബംഗാളിൽ നിയമമില്ല, നിയമവാഴ്ച ഇല്ലാത്ത സ്ഥലമായി മാറി. അത് അവളെ കയ്യിൽ തന്നെ എന്തോ കിടക്കുന്നത്, പിരിച്ചുവിടണം, വരട്ടെ നോക്കണം. ഇല്ല, ഇനിയിപ്പോ അതും ബുദ്ധിമുട്ടാണ്. കാരണം പുതിയ പാർലമെന്റിലെ മറ്റേ ഗവൺമെന്റിന്റെയും ഓപ്പോസിഷന്റെയും ശക്തി നോക്കുമ്പോ ഇതൊക്കെ മാറിക്കോളും. ഒരു 2-3 മാസേ പ്രശ്നമുള്ളൂ. ഇല്ല, ആര് അപ്പുറത്ത് എത്ര കാലം നിൽക്കുന്ന അറിയില്ല. കാരണം 5 കൊല്ലം ഭരണമില്ലാണ്ട് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ചില ജനതയൊക്കെ ഉണ്ട് അവിടെ, ചില ജനങ്ങളുണ്ട്, ഇഷ്ടം പോലെ. അതുകൊണ്ട് ആര് ചാടുമെന്നുള്ളതല്ല, എപ്പ ചാടും എന്ന് മാത്രം നോക്കിയാൽ മതി. നല്ല സാധ്യത. അതെ, അപ്പൊ അങ്ങനെയുള്ള സംഗതികളൊക്കെ അറിയാത്ത ആൾക്കാരൊന്നല്ല അവിടെ ഇരിക്കുന്നത്. അതിന്റെ എല്ലാ ഭരണത്തിൽ എന്തൊക്കെ ചെയ്യണോ, എങ്ങനെ കൊണ്ടു നടക്കണോ, എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ അറിയാം. ഇനി ഈ ഒരു ബോംബ് പൊട്ടിച്ചോ? ആര് ഒരു ബോംബ് പൊട്ടിച്ചു. എന്താണ്? മറ്റേ ദില്ലി അസംബ്ലി ഇലക്ഷൻ വരുന്നുണ്ടല്ലോ കുറച്ച് കഴിയുമ്പോഴേക്ക്. അതില് ഇന്ത്യ അലയൻസ് ഇല്ലാന്ന്, ഞങ്ങളില്ലാന്ന്. ഇപ്പം മമത ചെയ്ത പോലെ തന്നെ കോൺഗ്രസുമായിട്ട് കൂട്ടുകൂടുന്ന പ്രശ്നമില്ല, ഞങ്ങൾ ഒറ്റയ്ക്കാണ് ആ ഇലക്ഷൻ ഫേസ് ചെയ്യാൻ പോകുന്നത്. അതെ, ഒരു പഠിച്ചല്ലോ ഇപ്പോ. എല്ലാവർക്കും അറിയായിരുന്നു ആദ്യം മുതലേ. 7 സീറ്റ് കിട്ടി. പക്ഷെ അവര് അഡ്വാൻസ് ആയിട്ട് തന്നെ പ്രഖ്യാപിച്ചു. കാരണം ഇനി രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ അത് ആദ്യം ക്ലിയർ ആയി കൊടുത്തു. ഇപ്പൊ കോൺഗ്രസുമായിട്ട് ഞങ്ങൾക്ക് അസംബ്ലി ഇലക്ഷൻ ഒരു അലയൻസും ഇല്ല. ആപ്പിന് എത്ര സീറ്റാ കിട്ടിയിട്ടില്ല?
പിന്നെ അവിടെ നല്ല മറ്റേ ഓൾമോസ്റ്റ് 2/3 മെജോറിറ്റി അല്ലേ ആ ഉള്ളത്. അല്ല മെജോറിറ്റി ആണ്. നല്ല വിജയമല്ലേ, ഓരോ പ്രാവശ്യം ആ വിജയം സീറ്റ് കൂടിയിട്ട് തന്നെ വരുന്നു, കുറഞ്ഞിട്ടൊന്നുമല്ല. അല്ല പക്ഷെ ഇപ്പൊ അപ്പൊ അവർ അഡ്വാൻസ് ആയിട്ട് കോൺഗ്രസുമായിട്ട് ടൈപ്പ് ഇല്ല എന്നുള്ള അവർ ആദ്യം 7 പറഞ്ഞു. സീറ്റ് BJP ജയിച്ചു. അല്ല മറ്റേ ലോക്സഭ ചോദിച്ചു, ആ ഞാൻ മറ്റേ ഇത് അസംബ്ലി ഇലക്ഷൻ്റെ പറഞ്ഞു. അസംബ്ലി ലോക്സഭയിൽ ഒറ്റ സീറ്റില്ല, 7-7 BJP. അങ്ങനെ അപ്പൊ നിന്നിട്ട് ആ ഗുണമില്ലാതെ 7-7 ജയിലിൽ നിന്ന് ഹീറോ വന്നിട്ട് ഒരു കാര്യം ഉണ്ടായില്ല, ഒരു കാര്യം ഉണ്ടായില്ല. കോൺഗ്രസ് ആയിട്ടുള്ള ടൈപ്പും ഗുണം ചെയ്തില്ല, ഗുണം ചെയ്തിട്ടില്ല. പിന്നെ രണ്ടു അതേ കൂട്ടർക്കും ഗുണമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കഴിഞ്ഞൊരു ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞില്ലേ, കോൺഗ്രസിന്റെ ആപ്പിന്റെയും വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആവില്ല, അതേമാതിരി കൃത്യമായി നടന്നത്. മമതക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. ആ മമതക്ക് അതിനെ കൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസ് വോട്ട് അങ്ങോട്ടേക്ക് അതെ അത് അവർക്കൊരു ഗുണം അതെ അതെ അതെ. ആൾക്കാർ അവർക്ക് വെച്ചാൽ മറ്റേ കോൺഗ്രസിനെയും ലെഫ്റ്റിനെയും കൂടി ഒരുമിച്ച് ഉൾക്കൊള്ളാൻ അവിടുത്തെ ജനതയ്ക്ക് പറ്റില്ല. പറ്റില്ല. അപ്പൊ കാരണം അതാണ് അത്ര ഈ ലെഫ്റ്റിന്റെ ദ്രോഹം സഹിച്ചവരാണ് ബംഗാളീസ്. അപ്പൊ അപ്പൊ ഈ അതുകൊണ്ട് അവര് ഇത് അതിനേക്കാളും നല്ല മമത എന്നുള്ള രീതിയിൽ കുത്തും. കൊടുത്തു, അങ്ങനെ അത് കൊടുത്തു. ശരി തന്നെയാണ്. അവിടെ ഒരു വോട്ട് പോലും അവിടെ മറ്റവർക്ക് മറ്റേ ഇതാണുള്ളത് മുഴുവൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ അത് ശരിയാണ്. അവർക്ക് സീറ്റ് കിട്ടിയതിന്റെ ഒരു മെയിൻ സംഗതി അതാണ്. അവർക്ക് അത്ര സീറ്റ് കിട്ടിയതിന്റെ സംഗതി അതാണ്. അതെ സംശയമുണ്ട്. നല്ലൊരു അതെ. അല്ല അതിപ്പോ നമ്മൾ കണക്കുകളൊന്നും കൂടി സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ കാണാം. അത് ആ ഫാക്ട് നിങ്ങൾ പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട് ആണ്. അത് കറക്റ്റാ. കറക്റ്റാണ്. അപ്പൊ എനിക്ക് കാരണം അങ്ങനെ അല്ലെങ്കിൽ ലോക്സഭയിൽ ഇത്ര സീറ്റ് അവർക്ക് ഒരിക്കലും കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ അവർക്ക് ഈ ഒരു ബെനിഫിറ്റ് ഉണ്ടായി. ആ സ്ത്രീ അതിനു വേണ്ടി മിണ്ടാതെ ഇരുന്നു, ആ ബെനിഫിറ്റ് ഉണ്ടാക്കി. പിന്നെ വേറെന്ന് വെച്ചാല് നമ്മുടെ ഈ എന്താ പറയാ, ഈ സന്ദേശ് കലി പോലത്തെ സ്ഥലത്ത് സ്ത്രീകളെ ഇത്രയും ദ്രോഹിച്ച് അത് പുറത്തു കൊണ്ടുവന്ന് അതിനെ ഫൈറ്റ് ചെയ്ത് കേസ് എടുപ്പിച്ച് അവിടെ നിന്നുള്ള ഒരാളെ തന്നെ, ഒരു സ്ത്രീയെ തന്നെ അവിടെ MP സ്ഥാനാർത്ഥിയാക്കി. ഇതിനൊക്കെ പകരം അവിടുത്തെ ആൾക്കാര് ഒരു 1000 ഉറുപ്പ്യ കൊടുക്കുന്നുണ്ട് മമതാ ഗവൺമെന്റ്. അത് മേടിച്ചോണ്ട് ആ ഒരു അലവൻസിന് വേണ്ടിയിട്ട് അവര് മമതാ ഗവൺമെന്റിന് കുത്തി. അതായത് അവരെ തന്നെ സ്വയം ദ്രോഹിക്കുന്നു. സ്ത്രീകൾക്ക് എതിരെ ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് മാറിയത്. കാരണം എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇത്ര ഭയങ്കര ദ്രോഹം ചെയ്ത ഒരു പാർട്ടീനെ അവിടെ അവർ തോൽപ്പിക്കുന്നുണ്ടത്. അവിടുത്തെ സ്ത്രീകൾ മുൻകൈ എടുത്തിട്ട്. ഇവരും കൂടി കമ്മ്യൂണിസ്റ്റ് പക്ഷെ ഈ പാർട്ടി മറ്റേ മുദ്രാവാക്യം വിളിച്ചവരൊക്കെ പോയിട്ട് അവസാനം TMCക്ക് തന്നെ കുത്തി. അല്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും കൊടുത്തോ വോട്ട്? എനിക്ക് സംശയം കിട്ടോ കമ്മ്യൂണിസ്റ്റുകാരൊന്നും അറിയില്ല എങ്ങനെയാന്നുള്ളത്. അല്ല അവിടെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൂടിയായിരുന്നല്ലോ അലയൻസ്. അലയൻസ് ആണല്ലോ ഇത് മൂന്നും. മമത ഒറ്റയ്ക്കാ മത്സരിച്ച്? അല്ല സ്ഥാനാർത്ഥി വേറെ ഇല്ല. മമതാ ബാനർജി ആദ്യം മറ്റേ അവർ ഇൻഫാക്ട് ഇന്നലെ അവരുടെ ഒരു റെപ്രസെന്റേറ്റീവ്, എനിക്ക് തോന്നുന്നു അഭിഷേക് ബാനർജി എന്ന് തോന്നുന്നു, അവരുടെ മരുമോൻ, അയാൾ ഇന്നലെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരെ ഇലക്ഷൻ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചു ദിവസം മുമ്പ് മുതൽ ഇന്ത്യ അലയൻസുമായിട്ട് യാതൊരു സമ്പർക്കവും അവരുണ്ടായിട്ടില്ല. അവർ ആദ്യം തീർത്തു പറഞ്ഞു, ഇന്ത്യ അലയൻസ് ഒക്കെ വേറെ സ്ഥലത്ത്, ഇവിടെ ഇന്ത്യ ഒന്നും ഇല്ല, ഇവിടെ ഞാൻ മാത്രം മതി. ലെഫ്റ്റും കോൺഗ്രസും കൂടി ഒരുമിച്ചൊരു പിടി പിടിച്ചു നോക്കി, ഇല്ല രക്ഷയില്ല. നമ്മളെ അധിർ രഞ്ജൻ ചൗധരി വരെ തോറ്റുപോയില്ലേ. കഴിഞ്ഞ 4-5 പ്രാവശ്യം തുടർച്ചയായിട്ട് ജയിക്കുന്ന ഒരാളാണ്. അയാളായിരുന്നല്ലോ അപ്പൊ ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചിരുന്ന അയാൾ തന്നെ ആയിരുന്നല്ലോ പാർലമെന്റിൽ. പക്ഷെ രാഹുൽ ഗാന്ധിക്ക് പിടുത്തമുള്ള ആളല്ല. രാഹുൽ ഗാന്ധിക്ക് കമ്പനിക്കും പിടിക്കാത്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു ശല്യം ഒഴിവായി കിട്ടിയെന്ന് അവരെടുക്കുള്ളൂ. പാർട്ടിക്ക് ഒരു സീറ്റ് പോയി എന്നുള്ളതിനെ പറ്റി അവർ പഠിക്കൊന്നുമില്ല. അവർക്ക് അതിനെ പറ്റി നമുക്ക് പറ്റാത്ത ഒരാള് പുറത്ത് നടക്കണം എന്നല്ലാണ്ട് ഓന് ഇതിനെ പറ്റിയിട്ട് വലിയ ഇതൊന്നുമില്ല. ഓനൊരു തൽക്കാലത്തേക്ക് ഒരു രസമാണിത്. അപ്പൊ എന്റെ ഈ മോഡി ചീത്ത പറയാന്നില്ല ഒരു സുഖം. ആരോ എഴുതി കൊടുക്കും, അതിങ്ങനെ ചീത്ത പറയുക, അതൊരു രസമാണ്. അല്ല ഇന്നിപ്പോ അതുണ്ടായി. ഇന്നിപ്പോ സ്റ്റോക്ക് മാർക്കറ്റിലെ സംഗതികള് മറ്റേ പ്രധാനമന്ത്രിയോട് ഏതോ പത്രക്കാരൻ ചോദിച്ച് ഇങ്ങനെ എന്താണ് ഇത് കഴിഞ്ഞാല്, അപ്പൊ അയാൾ പറഞ്ഞു തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ നന്നായിട്ടല്ലേ പോകുന്നത്, നല്ല ഹെൽത്തി മാർക്കറ്റ് അല്ലേ, പിന്നെ അത് തീർച്ചയായിട്ടും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർക്ക് ഗുണമല്ലേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ചോദിച്ചാൽ അതിനെ അങ്ങോട്ട് ഇവര് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ആൾക്കാരോട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ട് കുറെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ പൈസ പോയി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന് ഏതോ ഒരു പത്രക്കാരൻ എന്തോ ഒരു ഉപചോദ്യം ചോദിച്ചു. മൂപ്പർക്ക് ഒരു പിടിയില്ല. ഇത് ആരോ പറഞ്ഞു കൊടുത്തത് അവിടെ വന്നിട്ട് പത്രക്കാർ സമ്മേളനത്തിൽ പറഞ്ഞു എന്നുള്ളൂ. ഉടനെ ഏറ്റവും അപ്പുറത്തിരിക്കുന്ന ഒരാൾ മൈക്ക് അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് അയാൾ എന്തൊക്കെയോ എക്സ്പ്ലെയിൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ മൈക്ക്. ഇയാൾ സംസാരിക്കുന്നതിനെ പറ്റി രാഹുൽ ഗാന്ധി എന്താ പറയുന്നത് എന്നുള്ളത് എഴുതി കൊടുത്താന്ന് വളരെ വ്യക്തമാണ്. അയാൾക്ക് ആ സ്റ്റോക്ക് മാർക്കറ്റോ ഫിനാൻഷ്യൽ ഇതിനെ പറ്റിയോ ഒന്നും അറിയാത്ത ആളാണ്. രാഹുൽ ഗാന്ധി എന്താ എഴുതി കൊടുത്തത് ഓനും അറിയില്ല. വേറെ ആരെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടാവും രാഹുൽ ഗാന്ധിക്ക്?
അതെ, അതെ, അതെ. അത് വളരെ വ്യക്തമായിരുന്നു. പിന്നെ വേറൊരു സംഗതി കൂടി ഇന്നിപ്പോ ഒരു ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റിയ, ഇതിന്റെ പേരും പറഞ്ഞിട്ട് JPC ആവശ്യപ്പെട്ടിട്ട് പാർലമെന്റിന്റെ ആദ്യത്തെ ദിവസം മുതൽ തന്നെ പാർലമെന്റ് ഉപരോധിക്കാനുള്ള ഒരു ശ്രമമാണ്. അതായത് പാർലമെന്റ് ഫംഗ്ഷൻ ചെയ്യാണ്ട് വൃത്തിയുടെ അലങ്കോലാക്കുക അവിടെ. അതെ അതെ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇന്നിപ്പോ അതിന്റെ ഒരു തുടക്കമായിരുന്നു. അല്ലെങ്കിൽ JPC സ്റ്റോക്ക് മാർക്കറ്റ് എത്രയോ പ്രാവശ്യം മേലെ പോകും താഴെ പോകും. അല്ല പോകും താഴെ സ്റ്റോക്ക് പോകും. മാർക്കറ്റിൽ ആരും നമ്മളെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നതല്ല, നമ്മൾ റിസ്ക് എടുത്ത് പോയി ചെയ്യുന്നതാ. അതിന് കിട്ടുന്ന വരുമാനത്തിന് ടാക്സും ഇല്ല, കാരണം റിസ്ക് ഉള്ളതുകൊണ്ട്. അല്ല ചിലപ്പോ റിസ്ക് ഉള്ളതുകൊണ്ട് അന്വേഷിച്ച് അവരെന്താ കുടുങ്ങുക. ആ എന്തോ വിത്തനൊക്കെ കഴിച്ച് ചിലപ്പോ അത് കുടുങ്ങുക. അങ്ങനെയാ അതെ, സാധാരണ അതെ. ആവാറ്. എന്ത് പിന്നെ എന്തമ്പ അയാളെ മേലേക്ക് എഴുതോ അത് നേരെ ഇങ്ങോട്ട് മടങ്ങി വരാറാണ്. അപ്പൊ അത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. എന്ത് അത് തന്നെ വരും. അത് മാത്രമല്ല, അത് രസം എന്താ വെച്ചാല് ഇന്ന് രാവിലെ ഇയാളിപ്പോ വൈകുന്നേരം ആ ഒരു ആരോപണം ഉന്നയിക്കുമ്പോ ശരിയാണ്, സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ക്രാഷ് ആയി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അടുത്ത ദിവസം തന്നെ അതിന്റെ 50% ലോസസ് മേക്കപ്പ് ചെയ്തു. അത് സ്റ്റോക്ക് മാർക്കറ്റുകളുടെ ഒരു സ്വഭാവമാണ്. പിന്നെ പിന്നെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് 5 പൈസ എവിടെയും പോവില്ല. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ന് വന്ന പൈസ നാളെ കൊണ്ടേ കൊടുക്കാനുള്ളതല്ല. അത് 10 കൊല്ലം 20 കൊല്ലം വെച്ചവർക്കാണ് മെച്ചം. മറ്റേത് ഗാംബ്ലിംഗ് കളി. എപ്പോഴും പറയും അല്ല, ഗാംബ്ലിംഗ് അല്ല. ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ അത് ഗാംബ്ലിംഗ് അല്ല, അത് നല്ലൊരു ഗാംബ്ലിംഗ് അല്ല രീതിയാണ്. ഞാൻ പറയുന്നത്. മറ്റേ ഈ വിറ്റ് എറിഞ്ഞ് കളിക്കുന്നുണ്ടല്ലോ, അത് മേലോട്ട് അതെ, നിന്നിട്ട് അതെ, ഒന്നേകാല് യെസ്, രണ്ടേകാല് കൂടി നിന്നിട്ട് അങ്ങോട്ട് അതെ, അതെ, അതെ. ഏതെങ്കിലും ഒരു ഇതൊക്കെ എടുത്തിട്ട് അത് കിട്ടിയ സ്റ്റോക്ക് ഉടനെ ഒരു 10 റുപ്യ കൂടുതൽ കിട്ടുമ്പോൾ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. മറ്റേ ചീട്ട് കളിക്കുന്ന മുച്ചീട്ട് കളിക്ക് പോകുന്ന പരിപാടിയാണ്. അതെ. ഓർഡിനറി ഭാഷ പറഞ്ഞാല് ലൈസൻസ്ഡ് മുച്ചീട്ടാണത്. അത്രേ ഉള്ളൂ. അല്ല, അത് മാത്രമല്ല, അവർക്ക് ഈ ഇൻവെസ്റ്റേഴ്സിന് ഇല്ലാത്ത കംപ്ലൈന്റ് ആണ്. ഇൻവെസ്റ്റേഴ്സിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവിടെ സെബി ഉണ്ട്, സെബിയാണ് അന്വേഷിക്കേണ്ടത്. ഇതിനെന്തിനാ പാർലമെന്ററി JPC? പാർലമെന്റിൽ ആരാ എത്ര വലിയ എക്സ്പേർട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി? അതിലല്ലേ അവിടെ മറ്റേ സെബി വെച്ചിട്ടുള്ളത്, സെബിയല്ലേ അന്വേഷിക്കേണ്ടത്. എന്താന്ന് ചോദിച്ചാല് പറയാൻ വരെ അവർക്ക് അറിയില്ലാവില്ല. അവരെ സ്ഥിതി അതാ. അല്ല, ഇപ്പൊ അതൊരു പ്രശ്നം ഉണ്ടാവും. ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആയിക്കഴിഞ്ഞാല് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓരോ ഡിസ്കഷനൊക്കെ വരുമ്പോ അപ്പുറത്ത് പ്രധാനമന്ത്രി വളരെ പഠിച്ചു വന്ന് കൃത്യമായിട്ട് ഭംഗിയായിട്ട് മറുപടി കൊടുക്കുമ്പോ ഇവിടുന്ന് അതുപോലെ ഉന്നയിക്കാൻ പറ്റണ്ടേ? 10ാം ക്ലാസ് നഴ്സറി മാതിരിയാണ്. അതെ, ശരിക്കും ഇത് പറയാൻ പ്രധാനമന്ത്രിക്ക് പാവം, അയാൾക്ക് ഫോറിൻ ഡിഗ്രി ഒന്നുമില്ല. ഇവിടെ ഫോറിൻ എന്തോ വ്യാജ ഡിഗ്രി ആയിട്ട് വന്നിട്ടുള്ള ആളാണ്. എന്ത് ഡിഗ്രി എടുത്തവനാണെങ്കിൽ ഇത്ര വിഡ്ഢിത്തം പറയില്ല. വിഡ്ഢിത്തല്ല, ഒരിക്കലും പറയും. വിഡ്ഢിത്തരും എന്തൊക്കെയോ ആണ് പറയുന്നത്. അതൊന്നും പറയുന്നതൊക്കെ എന്നിട്ട് അതിനെയൊക്കെ അംഗീകരിക്കുന്ന നമ്മളെ കേരളത്തിലില്ല കുറെ കോൺഗ്രസ്സുകാര് ഇതിൽ വന്നിരിക്കൂ. ഏത് നമ്മളെ മനോരമ ഈ ഡിബേറ്റിൽ വന്നിരുന്നിട്ട് സംസാരിക്കാറുണ്ട്. അതൊക്കെ സംസാരിക്കുന്ന അവരൊക്കെ ഉപയോഗിക്കുന്ന ഭാഷകൾ കാണുമ്പോണ്ടല്ലോ, സഹിക്കാൻ പറ്റില്ല. എന്തിനു വേണ്ടി BJP-ക്കാർ ഇതിൽ പോയിരിക്കുന്നതെന്ന് എനിക്കിന്നും മനസ്സിലായില്ല. പോരുത്. ഇപ്പൊ കോൺഗ്രസ് നോർത്തിൽ ചില ചാനലില് ഒരു പോണില്ലല്ലോ, അതുപോലെ നമ്മളവിടെയും ഇതേമാതിരി ഒരു മാത്രമല്ല പറയാൻ അവസരം കൊടുക്കാത്ത, മറുപടി പറയാൻ അവസരം കൊടുക്കാത്ത ചാനൽ അവതാരകരുടെ മുമ്പിൽ പോയിരിക്കേണ്ട യാതൊരു കാര്യവും BJP നേതാക്കന്മാർക്ക് ഇല്ല കേരളത്തിൽ. അതിലാകെ കുറച്ച് ആവേശത്തോട് കൂടിയിട്ട് BJP-ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളെ, ഒന്നല്ല രണ്ടാൾ. ഒന്ന് സന്ദീപ് ബൃഹസ്പതി സംസാരിക്കും, അതേപോലെ പിന്നെ ഇയാള് സന്ദീപ് വാര്യർ, ശ്രീപത്മനാഭൻ, സന്ദീപ് വാര്യർ, ഇവര് മൂന്നാളും സംസാരിക്കുമ്പോ ഓക്കെ. എന്നാലും അവരെ തന്നെ ഇവർ സംസാരിക്കാൻ വേണ്ടി സമ്മതിക്കൂല. കാരണം ഇവര് പോയിട്ട് 5 പേരോടാണ് സംസാരിക്കുന്നത്. ഹാങ്കർ അടക്കം 5 പേരാണ് ഒരാളെ അറ്റാക്ക് ചെയ്യുന്നത്. ഇവരെ കൊണ്ട് എന്നിട്ട് സംസാരിച്ചിട്ട് അതൊന്ന് ഫിനിഷ് ചെയ്യാൻ ഇവര് സമ്മതിക്കില്ല. അപ്പുറം ഇരിക്കുന്നവർ പറയുന്ന എന്തൊക്കെയോ പറയുക ചെയ്യുക. എന്താണ് വായിക്ക് തോന്നുന്നത്, കോതക്ക് പാട്ട് എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ പറയുകയാണ്. അങ്ങനെയൊക്കെ അത്ര വൃത്തികേടൊക്കെ ആയിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നില്ല ഇത് തോന്നിപ്പോകും. രാഷ്ട്രീയ പ്രവർത്തകല്ല, ഒരു ചെറിയ മാന്യതയൊക്കെ വേണം. നമ്മളും ചെറുപ്പകാലത്തിലൊക്കെ ഈ രാഷ്ട്രീയവും പ്രവർത്തനമൊക്കെ ആയിട്ട് നടന്നിട്ടില്ലേ? നമ്മളാൾക്കാരോട് സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെതായ, അതും TV-യിൽ വന്നിരുന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു പരിപാടി. കേരളത്തിലുള്ള ആൾക്കാർ കാണില്ല എന്തായാലും ഈ സാധനം. അപ്പൊ ആ ഒരു നേതാവിനെ പറ്റിയിട്ട് ഉണ്ടാകുന്ന ഒരു ഇത് ആലോചിച്ച് നോക്കും. ഇവരെ വിചാരം ഇവരിത് കയറി അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്തും പറയാന്ന. ഇന്നൊരു കമ്മ്യൂണിസ്റ്റുകാര്
ഒരുത്തും പറയുന്നത് എന്തോ ഒരു ഖാൻ, അവൻ പറയാണ് ഇതിനു മുമ്പൊക്കെ ഏതായാലും അവൻ സമ്മതിച്ചല്ലോ, അത് ഇതായി. ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയായിട്ട് നരേന്ദ്രമോദി ഇരുന്നത് വൻ ഭൂരിപക്ഷത്തോടു കൂടിയായിരുന്നു, അത് സമ്മതിച്ചത്, സമാധാനം. അത് കഴിഞ്ഞ് കഴിഞ്ഞ 10 കൊല്ലവും പിന്നെ വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇരുന്നത്. ഈ പ്രാവശ്യം ഇരിക്കുന്നത് അങ്ങനെയല്ല, അപ്പൊ അത് കൊണ്ട് നടക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അതായത് ഈ അത് മറ്റേ നരേന്ദ്രമോദിനെ പറ്റി ഒരു ഇതുണ്ട്. ഉം. പണ്ട് നരേന്ദ്രമോദി ഈ മറ്റേ ഗുജറാത്തിലെ ഈ പ്രശ്നം അവിടെ പാർട്ടിനെയൊക്കെ വളർത്തി, അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു പാർട്ടി ഒരു പിളർപ്പൊക്കെ ഉണ്ടായപ്പോ വഗേല വേറെ പോയപ്പോ ഉം. നരേന്ദ്രമോദിയാണ് അതിന്റെ പിന്നിൽ എന്നുള്ള രീതിയിലാക്കിയിട്ട് അയാളെ അവിടുന്ന് നാട് കടത്തി കുറച്ചാണ്. ഉം. എവിടേക്ക്? ഡൽഹിക്ക്. ഡൽഹിയിൽ ഇരുന്നിട്ട് ഡൽഹി യൂണിറ്റിന്റെ ചാർജ് BJP, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഉം. ഇതൊക്കെയായിരുന്നു മൂപ്പര. രാജസ്ഥാൻ. അയാൾ എന്ത് ചെയ്തു വെച്ചാൽ അയാൾ ആ സമയം മുഴുവൻ ഈ രാജ്യങ്ങളെ പറ്റിയും അവിടുത്തെ പ്രത്യേകതകളെ പറ്റിയൊക്കെ നല്ലോണം യാത്രയൊക്കെ ചെയ്ത് കരകർത്ത ആൾക്കാരൊക്കെ കണ്ട് എല്ലാം പഠിച്ച് വ്യക്തമാക്കി. അപ്പൊ ആ സമയത്ത് ഇയാളെ അന്ന് മറ്റേ മുഖ്യമന്ത്രിയായിട്ട് അങ്ങോട്ട് അയച്ചപ്പോഴേ, വാജ്പേയി അങ്ങോട്ട് അയച്ചപ്പോഴേ, ഡൽഹിയിലെ ചർച്ചകളിലൊക്കെ പറഞ്ഞു ഇയാള് എന്തോ RSSന്റെ എന്തോ ഇതിലിങ്ങനെ 2-3 യാത്രയൊക്കെ അങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്, ഇയാൾക്ക് എന്താ ഭരണത്തെ പറ്റി അറിയാം. അയാളൊരു തികഞ്ഞ പരാജയമാവും. അയാൾ പോയി അവിടെ ഭയങ്കര റയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതിനൊക്കെ അതിജീവിച്ച് അത് കഴിഞ്ഞ് കുറച്ച് 6 മാസം മുമ്പ് തന്നെ ഇലക്ഷൻ വിളിച്ച് നല്ല ഭംഗിയായിട്ടുള്ള ഒരു 116 സീറ്റൊക്കെ മേടിച്ച് നല്ല ഭംഗിയായിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇല്ല, അയാള് ഇപ്പൊ ജയിച്ചു ഇലക്ഷൻ, പക്ഷെ അഡ്മിനിസ്ട്രേഷൻ തികഞ്ഞ പരാജയമാവാനാണ് ചാൻസ്. ഇനിയാണ് അയാളുടെ ശരിക്കുള്ളത്. അയാൾ ഒന്നല്ല, അത് കഴിഞ്ഞിട്ട് 2 ഇലക്ഷൻ വീണ്ടും ജയിച്ചു. ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് തന്നെ ഒരു മാതൃകയായിട്ട് പലരും കണ്ടു. അതായത് എന്താ പറയാ, ഭരണ നിപുണ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു ആൾ. അപ്പൊ അതുപോലെ മറ്റേ ഇവിടെ പിന്നെ അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ വന്നപ്പോൾ ആൾക്കാർ പറഞ്ഞ ചീഫ് മിനിസ്റ്ററായി ഇരിക്കുന്ന പോലെ അല്ല, ബുദ്ധിമുട്ടായിരിക്കും ഡൽഹിയിൽ വന്നിട്ട് ഭരിക്കുന്നത്. മറ്റേത് അവിടെ ഇരിക്കുമ്പോൾ എല്ലാം എന്റെ കയ്യിലാണെന്ന് തോന്നും, ഡൽഹിയിൽ ഇരിക്കുമ്പോഴേ അറിയുള്ളൂ വല്ല ബുദ്ധിമുട്ടുണ്ടായോ? 10 കൊല്ലം ഭംഗിയായിട്ട് ഭരിച്ചില്ലേ. അപ്പൊ അതാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. ഒരു കോalition ഹെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അങ്ങനെ സുഖമായിട്ട് ഭരിക്കും. മാറാൻ അയാൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറാൻ പഠിച്ചിട്ടില്ല അയാൾക്ക് അറിയാതൊക്കെ. അയാള് അതല്ലതിന് അപ്പുറത്തില്ല ഭരണം അയാൾ കൊണ്ടു നടക്കും, അതിന് ആരും സംശയമില്ല. അത് ഇവരാരും വിചാരിച്ചാൽ, ഇനി പത്രക്കാരൊന്നും വിചാരിച്ചാൽ. അതേമാതിരി ഒന്നാമത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് 40 ലക്ഷം വോട്ട് BJPക്ക് ഉണ്ട്. കേരളത്തില് 40 ലക്ഷം വോട്ടുണ്ട്. ഈ 40 ലക്ഷം വോട്ടില്ലേ, ഇത്രയും വലിയൊരു പ്രസ്ഥാനം, അതായത് 3 സ്ഥലത്ത് 3 മണ്ഡലങ്ങളിൽ, ഇത് അസംബ്ലി മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കും. 14ഓളം സ്ഥലത്ത് 2-ാം സ്ഥാനത്ത് നിൽക്കുന്നു. 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ബാക്കി വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രതിപക്ഷമാകാം, അതിന്റെ അടുത്ത പ്രാവശ്യം ഭരണപക്ഷവുമാകാം. അല്ലെങ്കിൽ BJPക്ക് തീരുമാനിക്കാം ആര് ഭരിക്കണമെന്ന്. ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്താൻ പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ന് BJP. അവര് ഈ കണ്ട വൈകുന്നേരങ്ങളിലുള്ള ഈ മാപ്രകളുടെ ഈ ചില ഇതുണ്ടല്ലോ, എന്താ ഇരുന്നിട്ട് വൃത്തികേട്. ആ മനോരമയിലൊക്കെ വരുന്ന ഒരാളുണ്ട്, മെലിഞ്ഞിട്ടൊരു നൗഷാദോ അങ്ങനെ എന്തോന്ന് പേരായിട്ട്, അങ്ങനെ എന്തോ സംതിങ് ആണ് അയാളുടെ പേര്. അയാളൊക്കെ ചോദിക്കുന്ന ചോദ്യം ശരിക്കും ഇങ്ങനെ BJPനെ തടിച്ച് താഴ്ത്തിക്കൊണ്ട് BJPക്കാരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. ഇത്രയും കാലം ഈ പത്രങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ഇത്രയും കാലം ഇത്രയോ 20% വോട്ട് ഇല്ല ഒരു പ്രസ്ഥാനമായിരുന്നില്ല BJP. അന്ന് ഇവർക്ക് ഇതിനെയൊക്കെ എന്തു വേണമെങ്കിലും പറയാമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. BJP വിചാരിച്ചാൽ ഈ TV ഒക്കെ ഓഫാക്കി വെക്കാൻ അറിയാം എന്നുള്ളത് മനസ്സിലാക്കണം. അത് 40 ലക്ഷം ആളെ കൊണ്ട് ഇത് ഓഫാക്കിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പണിയെടുത്താൽ പറ്റും. അത് ഓഫാക്കി വെച്ചാൽ ഇവരെ കാര്യം എന്താണെന്നുള്ളത് ഇവരൊന്ന് ചിന്തിക്കണം. പഴയ BJP അല്ല എന്നുള്ളത് ഓർത്താൽ നല്ലതാണ്. അത് ഓർത്താൽ നല്ലതാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മളെ BJPക്കാരുണ്ടല്ലോ ഇപ്പോഴത്തെ നേതാക്കന്മാര്, ഈ TV-യിൽ ഇതിങ്ങനെ ഈ ക്യാമറയും പിടിച്ച് TV-ക്കാർ ഇങ്ങനെ മുന്നിൽ പോകുമ്പോ അതിന് അനുസരിച്ചിട്ട് ഇങ്ങനെ നൃത്തം അടിച്ചാളും.
അതിനെ ഇങ്ങനെ തിക്കി കയറിയിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ വലിയ താല്പര്യം, കാരണം ഇതിങ്ങനെ 100 ആള് കാണുമല്ലോ. അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് ചാടിയിട്ട് ഇതിനൊന്നും നാറ്റിക്കാതിരുന്നാ മതി. ഓടാ പുല്ലേന്ന് പറഞ്ഞ് ഒഴിവാക്കാനില്ല ധൈര്യം ഉണ്ടാകണം. ഞങ്ങൾ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് മീഡിയ കൊടുക്കുന്നവരെ ചർച്ചകൾ ബോയ്ക്കോട്ട് ചെയ്യണമെന്നാണ് ബോയ്ക്കോട്ട് ചെയ്യണം. അതിനെപ്പറ്റി എന്തുകൊണ്ട് അതുകൊണ്ട് ഒന്നും, കാരണം ഈ ചർച്ചകളിൽ പങ്കെടുത്തിട്ട് പാർട്ടിക്ക് യാതൊരു ഗുണമില്ല. യാതൊരു ഗുണമില്ല. കുറെ വ്യക്തികൾക്ക് കുറെ ആള് 4 ആളുടെ ഇടയിൽ പേരറിയാന്നല്ലാണ്ട് പേരറിയാന്നല്ലാണ്ട് പാർട്ടിക്ക് യാതൊരു ഗുണമില്ല. അതായത് വേറൊന്നും വേണ്ട, അപ്പൊ നമുക്ക് ഫേവറബിൾ ആയിട്ട് ആവണമെന്നല്ല, അതായത് ഇപ്പൊ BJP ഫേവറബിൾ ആയിട്ട് വരണം എന്നല്ല, പക്ഷെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ആയിരിക്കണം. ആങ്കർ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് BJPയുടെ നേതാക്കൾക്കും ബാക്കിയുള്ളവർക്കും കൊടുക്കുന്ന സമയം ഏറെക്കുറെ തുല്യമായിരിക്കണം. പിന്നെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ അത് ഉത്തരം പറയാനുള്ള സമയം കൊടുക്കും. അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഇനി വളരെ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് ഇനിയെങ്കിലും ഞങ്ങൾ വരുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും വിളിച്ചു പറയും, പോയി പണി നോക്കണോ എന്ന് പറയാനുള്ള ആ ഒരു തൻ്റെ ഇടം കാണിക്കണം. ഞങ്ങൾ പണ്ട് പിന്നെ അത്യാവശ്യം ഇല്ല സമയത്ത് ഞങ്ങൾക്ക് അത് കാണിച്ചിട്ടുണ്ട്. ഞങ്ങളെ കൂട്ടത്തിൽ അന്നുണ്ടായ നേതാക്കൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെ എന്ത് സീനിയറായിട്ട് ഇരിക്കുന്നത്. ആ സീനിയറായി ഇരിക്കുന്നവർക്ക് ആ ധൈര്യം ഇന്ന് എവിടെ പോയി എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അവരും ഈ TV ക്യാമറയുടെ മുന്നിൽ ആളാവാൻ വേണ്ടി അതിലേക്ക് അങ്ങ് ഭ്രമിച്ചു പോയോ എന്ന് എനിക്ക് സംശയമില്ലായില്ല. അപ്പൊ അതുകൊണ്ട് ഇനി ഭ്രമിക്കരുത്, പോടാ പുല്ലേ എന്ന് പറഞ്ഞിരിക്കാനുള്ള ഒരു തൻ്റെ ഇടം ഉണ്ടാവണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മളെ ഈ പരിപാടി നമുക്ക് ഇവിടെ നിന്ന് അവസാനിപ്പിക്കാം. നമ്മളെ സമയം തീരുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പം എല്ലാവരും ഇത് നമ്മളെ ഈ ഡബിൾ ബാരൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി എല്ലാവരും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നും കൂടി ഈ അവസരത്തിൽ ഒന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.